ഈ ബാറ്ററിയുടെ പുറത്തോട്ട് വെച്ച് സ്റ്റാർട്ട് ചെയ്യേണ്ടി വരും. എൻ്റെ ജമ്പർ കേബിൾ ഇല്ല. അപ്പോൾ ജമ്പ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന കേബിൾ നമ്മുടെ അവൈലബിൾ. ഹായ് നമസ്കാരം, ഞാൻ രാകേഷ് എം ജി. എം ജി ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. വാഹനത്തിൻ്റെ ബാറ്ററി സ്റ്റാർട്ട് ചെയ്തിട്ടുകൊണ്ട് മാറിയാൽ കുഴപ്പമുണ്ടോ? ഞാൻ ഇതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, അഴിച്ച് മാറ്റി ചെയ്യുന്നത് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആരും അങ്ങനെ ചെയ്യാൻ ശ്രമിക്കരുത്, കാരണം അങ്ങനെ ശ്രമിച്ചു കഴിഞ്ഞാൽ കുഴപ്പം വരാനുള്ള ചാൻസസ് കൂടുതലാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴും പലരും എന്നോട് ചോദിക്കുന്നൊരു കാര്യമാണ്. കാരണം എന്താണെന്ന് പറഞ്ഞാൽ, എന്തുകൊണ്ട് ബാറ്ററി നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് മാറുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വാഹനത്തിൽ പല കാര്യങ്ങളും, അതായത് നമ്മുടെ സ്റ്റീരിയോയുടെ സെറ്റിങ്, ടൈം കാര്യങ്ങളൊക്കെ നമുക്ക് പിന്നെ സെറ്റ് ചെയ്യാൻ പറ്റും. സ്റ്റീരിയോയുടെ സെറ്റിങ്ങാണ് പലരും ഒരു പ്രോബ്ലമായിട്ട് കാണുന്നത്. അതായത് നമ്മുടെ വാഹനത്തിൻ്റെ കസ്റ്റമൈസ് ചെയ്ത് സെറ്റ് ചെയ്തിരിക്കുന്ന സ്റ്റീരിയോ, അതായത് ചിലപ്പോൾ ആമ്പിൻ്റെ സെറ്റിംഗ് ആയിരിക്കും, അല്ലെങ്കിൽ അതിൻ്റെ സൗണ്ട് ഔട്ട്പുട്ടിൻ്റെ സെറ്റിംഗ് ആയിരിക്കും. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ മാറ്റം വരും. ഈ ഒരു പേടി കൊണ്ട് പലരും ചെയ്യുന്നൊരു കാര്യമാണ് വാഹനത്തിൻ്റെ ബാറ്ററി അഴിച്ച് മാറ്റുന്ന സമയത്ത്, അതായത് വാഹനത്തിൽ നിന്നും പഴയ ബാറ്ററി അഴിച്ച് മാറ്റി പുതിയത് വെക്കുന്ന സമയത്ത് സ്റ്റാർട്ട് ചെയ്തിട്ടുകൊണ്ട് ചെയ്യുന്നൊരു ഫംഗ്ഷൻ. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ചെയ്യുന്നത് നല്ലതാണോ എന്ന് ചോദിച്ചാൽ ഒരു കാരണവശാലും ഞാനിത് സപ്പോർട്ട് ചെയ്തില്ല. ഞാൻ ചെയ്തിട്ടുണ്ട്, പേഴ്സണലി ഞാൻ വളരെ ഇതായിട്ട് പറയാം, ഞാൻ ചെയ്തിട്ടുള്ളൊരു കാര്യമാണ്. ഞാൻ ചെയ്തൊരു സിറ്റുവേഷൻ കൂടെ പറഞ്ഞുതരാം. അതായത് ഒരു വാഹനം സ്റ്റാർട്ടാകാതെ നിൽക്കുകയാണ്, അതിൻ്റെ ബാറ്ററി ഫുൾ ഡ്രെയിനായി നിൽക്കുകയാണ്. പക്ഷേ എൻ്റെ ഒരു സ്പെയർ ബാറ്ററി ഉണ്ട്. ആ ബാറ്ററി ഞാൻ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ, അതായത് ആ ബാറ്ററി എടുത്ത് ഈ ബാറ്ററിയുടെ പുറത്തോട്ട് വെച്ച് സ്റ്റാർട്ട് ചെയ്യേണ്ടി വരും. എൻ്റെ ജമ്പർ കേബിൾ ഇല്ല. അപ്പോൾ ജമ്പ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന കേബിൾ നമ്മുടെ അവൈലബിൾ അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ ചെയ്യുന്നൊരു പരിപാടി, തെറ്റായിട്ടുള്ളൊരു പരിപാടിയാണ് ബാറ്ററി എടുത്ത് അതിൻ്റെ മേലോട്ട് വയ്ക്കുക. പക്ഷേ ഇങ്ങനെ ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷനുള്ള സമയത്ത് നമ്മുടെ ഒരു 10-ൻ്റെ ഒരു സ്പാനറും ഒരു 8-ൻ്റെ സ്പാനർ, അതായത് ഈ ഒരു ബെൽറ്റ് അഴിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സ്പാനർ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് ഊരിയെടുത്ത് പുതിയ ബാറ്ററി, അല്ലെങ്കിൽ നമുക്ക് പവറുള്ളൊരു ബാറ്ററി എടുത്ത് വെച്ച് സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കും. അങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് അഴിച്ചെടുക്കുന്ന സമയത്ത്, അതായത് പഴയ ബാറ്ററി തിരിച്ച് ഫിക്സ് ചെയ്യണം, അതായത് നമ്മൾ ഇരിക്കുന്ന ബാറ്ററി മാറ്റി നമ്മുടെ ഇരുന്ന പഴയ ബാറ്ററി തിരിച്ച് ഫിക്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ക്ലാമ്പ് നമ്മൾ പിന്നെ അഴിക്കുന്നുണ്ട്. അതായത് ഈ ടെർമിനൽസ് രണ്ടും നമ്മൾ അഴിച്ചു കഴിയുമ്പോഴത്തേക്കും ഒരാളുടെ അസിസ്റ്റൻസ് കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞൊരു കാര്യം ചെയ്യാം. ഒരാൾ ഇത് പിടിച്ച് ഇങ്ങോട്ട് മാറ്റി വെച്ച് തരികയാണെങ്കിൽ ബോഡിയിൽ ഒരു കാരണവശാലും ഇത് മുട്ടാൻ പാടില്ല. ഈ പോസിറ്റീവ് ഈ നെഗറ്റീവ് കൂടെ രണ്ടും കൂടെ ഒരിക്കലും തമ്മിൽ മുട്ടാതിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ, അതായത് ഒരാൾ ഇത് പിടിച്ച് മാറ്റി വെച്ച് തരാനൊരു സാഹചര്യം നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഈ പറഞ്ഞൊരു പരിപാടി ചെയ്യാൻ സാധിക്കും. ഉറപ്പായിട്ടും നിങ്ങൾക്ക് അത് ചെയ്യാൻ സാധിക്കും. പക്ഷേ ഈ പറഞ്ഞൊരു കാര്യം ചെയ്യാൻ ആളില്ല, നിങ്ങൾ ഒറ്റയ്ക്ക് ഉള്ളെങ്കിൽ ഒരു കാരണവശാലും ഈ റിസ്ക് എടുക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ചെയ്യാൻ പറ്റത്തില്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല, കാരണം നമുക്ക് ഈ നെഗറ്റീവ് ഒരു ഇത് മാറ്റി എവിടെയെങ്കിലും ഒന്ന് സൈഡിലോട്ട് വെച്ച് ചെയ്യാം. പക്ഷേ എന്നാലും റിസ്ക്കാണ്, വലിയ റിസ്ക്കാണ്. കാരണം ഇത് രണ്ടും കൂടെ കൂട്ടിമുട്ടി ഷോർട്ട് ആയി കഴിഞ്ഞാൽ ഫ്യൂസ് പോകാം, ഓൾട്ടർനേറ്ററിന് കംപ്ലയിൻറ്റ് വരാം, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഒരു കാരണവശാലും അങ്ങനെ ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക. ഇതെങ്ങാനും കൂട്ടിമുട്ടിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമ്മൾ സ്റ്റീരിയോയുടെ സെറ്റിങ്സ് പോകരുത്, അല്ലെങ്കിൽ ഇതിൻ്റെ സെറ്റിങ്സ് പോകല്ലേ എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇതിൻ്റെ എല്ലാം ഫ്യൂസും പോയി സെറ്റിങ്സും പോയി വേറെ പ്രശ്നങ്ങളും ഉണ്ടാകുന്നതായിരിക്കും. അതുകൊണ്ട് ഒരു കാരണവശാലും ഈ പറഞ്ഞൊരു രീതി ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. അത്രയും സേഫ് ആണെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഈ പറഞ്ഞൊരു കാര്യം ട്രൈ ചെയ്യാവുള്ളൂ.